ഹായ് ഫ്രണ്ട്സ്, ലേക്ക് മാം വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചങ്ങനാശ്ശേരി വരെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു അടിപൊളി കാഴ്ചയുണ്ട്. അതാണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. നമുക്ക് ആ വീഡിയോയിലേക്ക് തന്നെ പോകാം. ഇതാണ് AC കനാൽ. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കനാലാണിത്. അപ്പോൾ ഈ കനാലിൻ്റെ ഒരു സൈഡിലായിട്ട് 2 മോട്ടോർ തറകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത് ചങ്ങനാശ്ശേരി മനക്കിച്ചിറയ്ക്കടുത്ത് പാറയ്ക്കൽ കലിങ്കിൻ്റെ അടുത്തായിട്ട് വരും ഈ മോട്ടോർ തറകൾ. ഇതിപ്പോൾ പാടശേഖരത്തിൽ നിന്ന് വെള്ളം അടിച്ച് അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുവഴി ഒരുപാട് മീൻ പുറത്തോട്ട് വരുന്നുണ്ട്. ആ ചേട്ടൻ നിൽക്കുന്ന ആ മീനുകളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. നല്ല പവറിലാണ് പാടത്തുനിന്ന് ഈ വെള്ളം അടിച്ച് പുറത്തോട്ട് ഇറക്കുന്നത്. ഇതാണ് പെട്ടിയും പറയും. ഇതുപയോഗിച്ച് പണ്ടത്തെ ഒരു രീതി തന്നെയാണ് ഇപ്പോഴും വെള്ളം പുറത്തോട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സൈഡിലൊക്കെ ഒരുപാട് മീൻ നിൽപ്പുണ്ട്. അപ്പോൾ പാടശേഖരത്തിൽ നിന്ന് വെള്ളം അടിച്ചിറക്കുന്ന രീതിയാണ്. ഇത് കണ്ടിട്ടില്ലാത്തവർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൻ്റെ താഴെ കൂടിയാണ് ഈ വെള്ളം പോകുന്നത്. ഞാൻ നല്ല പവറിലാണ് പുറത്തോട്ട് പോകുന്നത്. ഞാൻ നിൽക്കുന്നിടത്തൊക്കെ കിടന്ന് നല്ല രീതിയിൽ നല്ല ഷെയ്ക്ക് ആവുന്നുണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു വല കൊണ്ടുള്ളൊരു കൂട് കിടപ്പുണ്ട്. ആ കൂടിൽ ഒരുപാട് മീൻ കയറി കിടപ്പുണ്ട്. പാടത്തുനിന്നാണ് ഈ വെള്ളം ഇവർ അടിച്ച് പുറത്തോട്ടേക്കൊണ്ടിരിക്കുന്നത്. ആ കാണുന്ന പാടവും ചാലുമൊക്കെയാണ്. അപ്പോൾ ആ പുറത്തോട്ട് വരുന്ന വരവിൽ ഒരുപാട് മീനും പുറത്തോട്ടിറങ്ങി വരുന്നുണ്ട്. അതിനെയാണ് ഇവർ ഈ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ആ വട്ടവള നിറയെ മീൻ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പള്ളത്തി, പരല്, കുറുവ, അറിഞ്ഞിൽ, കോല, മുരശ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരുപാട് മീൻ അവർക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ അവർ മീൻ പിടിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതിൽ നമ്മൾ നേരത്തെ തന്നെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുള്ള പോലെ പരല്, പള്ളത്തി അങ്ങനെയുള്ള സാധനങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് കുറച്ച് കോല വേണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരുപാട് കോല നിൽപ്പുണ്ട്. അതിന് പിടിക്കാൻ നോക്കി, വല വെച്ച് കോരി പിടിക്കാൻ നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പോൾ പുള്ളി അത് ഇറങ്ങി ആ പോളയുടെ പുറത്ത് ഈ കോല ഇങ്ങനെ ചാടിയിട്ട് ആ പോളയുടെ പുറത്തെല്ലാം വന്നിങ്ങനെ കിടപ്പുണ്ട്, തിരിച്ചിറങ്ങി പോകാൻ പറ്റാതെ. അപ്പോൾ അതിനെയൊക്കെ പുള്ളി പെറുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. എന്നാണ്ടേ അവിടെ കിടന്ന് പടയ്ക്കുന്നുണ്ട്. അത് ചാടി അതിൻ്റെ പുറത്തോട്ട് കയറുന്നത്. അപ്പോൾ തിരിച്ചിറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ അത് പെട്ട് കിടക്കുകയാണ്. അപ്പോൾ അതിനെയൊക്കെ ചേട്ടൻ പെറുക്കിയെടുക്കുകയാണ് ഞാൻ പറഞ്ഞതനുസരിച്ച്. അപ്പോൾ അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാമെന്നൊക്കെ കരുതിയാണ് ഞാൻ പുള്ളിയോട് പറഞ്ഞത്. കാരണം പുള്ളിക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. അത് കോലായും മുരശ് എന്ന് പറയുന്ന 2
ഏതാണ്ട് ഏകദേശം ഒരേ ഷേപ്പിലേക്ക് ഇരിക്കും. ചെറിയ വ്യത്യാസത്തിലാണ് ഈ പേര് അങ്ങനെ മുരശ് കോല എന്നൊക്കെ വരുന്നത്. അപ്പോൾ അത് എനിക്ക് വേണ്ടി പുള്ളി അത് ഇറങ്ങി അത് തപ്പി പിടിച്ച് തരികയാണ് പുള്ളി. അങ്ങനെ അനക്കുമ്പോൾ അത് പെട്ടെന്ന് ചാടുമ്പോൾ നേരെ കരയ്ക്കോട്ട് ആ പോളയുടെ പുറത്ത് പോയി കിടക്കും. അപ്പോൾ അങ്ങനെ പിടിക്കാൻ പറ്റുന്നത്. അങ്ങനെ ഒരെണ്ണം കിട്ടി പുള്ളിക്ക്. അങ്ങനെ അവിടെ കിടന്ന് എല്ലാം പെറുക്കിക്കൊണ്ട് പുള്ളി അത് കൊണ്ടുത്തരുവാണ്. വളരെ നല്ലൊരു മനുഷ്യനാണ്. നമ്മൾ പറഞ്ഞുടനെ തന്നെ പുള്ളി അത് ഇറങ്ങിപ്പോയി നമുക്ക് വേണ്ടി അത് പിടിച്ചു തന്നു. പക്ഷേ ആദ്യം തന്നെ പുള്ളി ഒരു കുപ്പി വാങ്ങി കൊടുക്കണം എന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു. കുഴപ്പമില്ല, അത് പുള്ളി വെറുതെ പറഞ്ഞതായിരിക്കും. പുള്ളിയുടെ സന്തോഷത്തിന് നമുക്കത് പറഞ്ഞുടനെ തന്നെ ഇത്രയും മീൻ നമുക്കത് പെറുക്കി തന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇത് അച്ചായനാണെങ്കിൽ ശരിക്കും മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട്. ഇത് നമുക്ക് ഇത് പറ്റിക്കാം, കറി വെക്കാം, പിന്നെ വറുക്കാം, അല്ലെങ്കിൽ ഇത് ഉണങ്ങിയിട്ട് നമുക്ക് പിന്നീടാണെങ്കിൽ ഇത് ചതച്ച് മീൻ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി നമുക്ക് കഴിയാം. അടിപൊളി ടേസ്റ്റാണ് പൊടിമീൻ. ഷാപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ പൊടിമീൻ വറുത്തൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് അവർ വറുത്ത് തരുന്നത്. നല്ല ടേസ്റ്റാണ് സംഭവം. ഒരുപാട് മീനെ അവർ പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞതനുസരിച്ച് എനിക്ക് കോല പിന്നെ കുറച്ച് മീനും കൂടിയൊക്കെ പുള്ളി അതിനകത്ത് ഇട്ട് തന്നു. ചെറിയ കരിമീൻ ഉണ്ടായിരുന്നു, പരൽ, കുറുവ എല്ലാം ഉണ്ട്. അതെല്ലാം കൂടി ഇട്ട് തന്നു എനിക്ക്. അപ്പോൾ ഇതിനി വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഇത് കോല മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ബാക്കി മീൻ എടുക്കുന്നില്ല. കോല എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഫ്രൈ ചെയ്യുന്നൊരു വീഡിയോയും കൂടി ചെയ്തിട്ടേ ഈ വീഡിയോ ഫിനിഷ് ചെയ്യത്തുള്ളൂ. ഇത് കഴിഞ്ഞ ദിവസം ചൂണ്ടയിട്ട് പിടിച്ച മീൻ നമ്മൾ ഉണങ്ങാൻ വെച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ആദ്യമായിട്ടാണ് കോല വറുത്ത് കഴിക്കുന്നത്. എന്തായാലും കഴിച്ചവരൊക്കെ പറഞ്ഞ അടിപൊളി ടേസ്റ്റുള്ള സംഭവമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.